എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കോഴി ഇറച്ചിക്കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കാനുള്ളതാണ്. മുളക് ഒരു 15 മുളകുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് മതി, ഒരു 4-5 കഷ്ണം മതി. പിന്നെ ചെറിയ ജീരകം ഒരു ചെറിയ ടീസ്പൂണ്, പിന്നെ ഗ്രാമ്പ് ഒരു 5-8 ഉണ്ടാവും. പിന്നെ ഇത് ജാതിപത്രിയുടെ കുരുവാണ്. പിന്നെ ഒരു വലിയ ടീസ്പൂൺ കൊണ്ട് പെരിഞ്ചീരകം കേട്ടോ. അതിൻ്റെ കുറച്ച് പട്ട കഷ്ണങ്ങൾ നിങ്ങൾക്ക് എത്ര ആവശ്യം അതനുസരിച്ച് എടുത്തോ, എന്നാലും ഞാൻ കാണിച്ചു തരാണ്. പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ ഒരു വലിയ ടീസ്പൂൺ കുരുമുളക്, ഇത്ര മതി. പിന്നെ മല്ലി ചേർക്കണമായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണേ ചേർക്കുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി അധികം ഞാൻ ചേർക്കില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട ഇട്ട് കൊടുക്കാം, കുരുമുളക്, തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറവായി വന്നാൽ മതി എല്ലാം കൂടി. ജീരകമൊക്കെ ഇങ്ങനെ പൊട്ടുണ്ട്. ഞാൻ ഓഫാക്കാൻ പോവാണ് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷവും ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്നല്ലെങ്കിൽ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചട്ടി ചൂടുണ്ടല്ലോ, ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. മല്ലിപ്പൊടിയാണത്. മഞ്ഞൾപ്പൊടി ചെറിയ ചൂടിൽ അത് കുറവായിക്കോളും, പൊടി ചൂടായി കിട്ടിക്കോളും. എല്ലാം ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഇറച്ചിയിലേക്ക് ഒരു സവാള ചെറുതായിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വറുത്തതുണ്ടല്ലോ, ഇത് അരച്ചു കൊണ്ടുവന്നുണ്ട്, പേസ്റ്റ് പോലെയൊക്കെ അരച്ചു കൊണ്ടുവന്നുണ്ട്. ഞാൻ നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് ഒരു 1 hour വയ്ക്കാം കേട്ടോ. എന്നതിന് ശേഷം കറി വെച്ചാൽ മതി. നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് ഇരുന്നിട്ട് അപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ച്. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ തുറന്നൊന്ന് വറ്റിക്കാം. നമുക്ക് ലേശം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാ ശരി.